അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ, ഒന്ന് സാധാരണക്കാരൻ നോമ്പ് തുറയണേ. അധികം ഒരു ആർഭാടങ്ങളും ഒരു ജ്യൂസ് ഐറ്റംസും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടൊരു എനിക്ക് തീരെ എണിച്ച് നിൽക്കാൻ പറ്റാതെ ഞാൻ കിടപ്പിലായിരുന്നു. എന്നാലും ഞാൻ എണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ സിമ്പിളായിട്ട് കേട്ടോ സാധാരണ നോർമൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും എന്നെ മറക്കല്ലേ കേട്ടോ. പിന്നെ എന്താ സ്പെഷ്യല് ഒന്നുമില്ല, സാധാരണ ഇന്ന് എൻ്റെ വീട്ടിലത്തെ ഐറ്റം പറയാനൊന്നുമില്ല കേട്ടോ. സാധാരണ സിമ്പിൾ എന്നത്തെയും പോലെ തന്നെ ഒരു വെള്ളം, ഒരു ജ്യൂസ്. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായ കേട്ടോ, ഇത് ചായയാണ്, ജ്യൂസല്ല. എനിക്ക് കട്ടൻ ചായ തൊണ്ടവേദനയാണ്, അപ്പം ഞാൻ ജ്യൂസ് അങ്ങ് മാറ്റി പിടിച്ചു കേട്ടോ. പിന്നെന്താ വെള്ളം ഇല്ലാതെ എന്തായാലും തൊണ്ടവേദന എന്തായാലും വെള്ളം എനിക്ക് വേണം കേട്ടോ. അപ്പോൾ അതിന് വെള്ളം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാനും മോളും. കഞ്ഞി, പള്ളിയിലത്തെ കഞ്ഞി, പിന്നെ വട, പിന്നെ പപ്സ്, മുട്ട പപ്സ്, പിന്നെ ഫ്ലവർ പൊരിച്ചത്, ഒരു ഉഴുന്ന് വട, പിന്നെ വാട്ടർ മെലോണ്, ആപ്പിള്, പഴം, ഈത്തപ്പഴം കേട്ടോ. പിന്നെ നമ്മൾ മീൻകറി നല്ല അയിലിട്ടിട്ട് തേങ്ങ അരച്ചിട്ട് നല്ല രസത്തിൽ വെച്ചിരിക്കുന്നു. പിന്നെ ദോശ കേട്ടോ. ഇന്ന് ദോശ, ഇത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാരണ ഒരു ഐറ്റംസ് കേട്ടോ. കണ്ടോ? അപ്പോൾ എന്നും ജ്യൂസ് കുടിച്ചിട്ട്, ഇന്നലെ യാത്ര ചെയ്തിട്ട് എൻ്റെ പൊന്നേ ഇന്നലെ എണിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നും എണിച്ച് നിന്നിട്ടില്ല കേട്ടോ. എന്നാലും എണിച്ചിട്ട് അങ്ങനെ നോമ്പല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. ഇന്നും എനിക്ക് കഞ്ഞിയാണ് കേട്ടോ, എനിക്ക് ദോശയൊന്നും പോവില്ല, കഞ്ഞിയാണ്, സുഖമല്ല. കിടപ്പിലാകാതെ ഇരുന്നാൽ മതി. എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടില്ലേ, എല്ലാം 30 നോമ്പ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. 30 ഇല്ലേലും ഒരു 25 നോമ്പിലും എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ ഉഷാറുണ്ടോ? എൻ്റെ പൊന്നേ വെയിൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ വെയിൽ? എന്താലേ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ വെയിലല്ലേ. പക്ഷേ ചില ഭാഗത്ത് മഴ ഉണ്ട് കേട്ടോ. ചില ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അലിനല്ലൂർ ഭാഗത്തൊക്കെ, അലിനല്ലൂരല്ല കേട്ടോ, തിരുവിഴാങ്കുന്ന് ഭാഗത്തൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. നാട്ടിൽ പാലക്കാടൊക്കെ പൊരിഞ്ഞ വെയിലാണ് എൻ്റെ പൊന്നെ. എന്നാൽ പാലക്കാട് വെയിലാണെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ അത്രക്ക് അങ്ങ് തോന്നുന്നില്ല എനിക്ക് കേട്ടോ. പാലക്കാട് ഓവറായിട്ട് എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല, എൻ്റെ ഒരു സംശയമാണോ അതോ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നോമ്പെറുക്കാൻ ഇനി 5 നിമിഷം കൂടി ഉള്ളൂ. അപ്പോൾ നോമ്പെറുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് സിമ്പിളായിട്ട് സാധാരണക്കാര ഫുഡാണ് കേട്ടോ ഒന്നുള്ളത്. ഇന്നും നാളേക്ക് അങ്ങനെ എനിക്ക് എണിച്ചിട്ട് നിൽക്കാൻ വയ്യ, നോമ്പ് നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ എന്തായാലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണം, കടയിൽ നിന്ന് വാങ്ങിച്ചാലൊന്നും ശരിയാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം നാളെ ഇൻഷാ അല്ലാഹ് കേട്ടോ. ബൈ.